വളരെ ഈസി ആയിട്ടുള്ള ഒരു അപ്പം നമുക്ക് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതുമാതിരത്തെ ഒരു കപ്പിനാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു അരക്കപ്പ് തേങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പോളം ചോറ്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ വെച്ചിട്ട് അരയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് കുറച്ച് ചൂടാക്കിയ വെള്ളമാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് 1 സ്പൂൺ പഞ്ചസാര ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഞ്ചസാര ഇളക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, മിക്സ് ചെയ്യാനാണ്. അതിൻ്റെ ഇടയിൽ ഇനി ബാക്കിയുള്ള പൊടി ശരിക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. പൊടിയായത് കാരണം ഇത് വളരെ നൈസായിട്ടുള്ള വറക്കാത്ത പൊടിയാണ്. കുറച്ചും കൂടി ഉണ്ടെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞ് വരില്ല. ഇനി ഇത് മിക്സിയിലേക്ക് മാറ്റിയിട്ട് തേങ്ങയും ചോറും പൊടി ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ വെള്ളപ്പായി ഒഴിച്ചു കൊടുക്കും. വേണമെങ്കിൽ കുറച്ചും കൂടി അധികം തേങ്ങ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യണമല്ലോ. പിന്നെ തന്നെ ചോറും പിന്നെ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അരച്ച് കഴിഞ്ഞ് പാകം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് ഇടയിൽ ഈസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി മിക്സിയിൽ വെച്ചൊന്ന് അരയ്ക്കാം. അതിന് മുമ്പ് ഒരു ലേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇങ്ങനെ മുകളിൽ നിൽക്കണ മാതിരിയാണെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് കലക്കി വെച്ച ഈസ്റ്റ് ഒഴിച്ചാൽ മതി. ഈസ്റ്റ് ഒഴിച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് പൊടി നന്നായിട്ട് അരച്ച് എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് രാത്രി കുളിക്കാൻ വയ്ക്കാം. രാവിലെ ഉണ്ടാക്കാം. അപ്പോൾ അതൊരു 8 to 12 മണിക്കൂർ വരെ വയ്ക്കാം. ഓക്കെ, മാവ് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 8 മണിക്കൂർ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം ഉണ്ടാക്കാം. സ്റ്റൗ
കത്തിക്കാൻ പോകുന്നു. എന്നിട്ട് അപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് ഇന്നലെ പുളിക്കാൻ വെച്ച മാവ് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. നല്ലപോലെ പാത്രം വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. അങ്ങനെ വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൊണ്ട് ഇനി ബാക്കിയുള്ള അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ടുള്ള ഈ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.